എന്താടാ? ഓ അപ്പില് ചവിട്ടിയപോലെ. ആദ്യം പഠിപ്പിച്ച മലയാളം വാക്ക് ഏതാ? അത് ചോദിക്കട്ടെ. ഏതാ? ഒന്നും പഠിപ്പിച്ചില്ല. എന്താ പഠിപ്പിച്ചത്? മലയാളത്തിൽ തെണ്ടി പോടാ. ഒരു പാർട്ട്ണറിനെ കൺസിഡർ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ആൻഡ് യു ആർ സോ ലക്കി ദാറ്റ് യു ഗോട്ട് someone who is like considering you. തിരിച്ച് ഞാൻ കീർത്തനയുടെ പറ്റി ചോദിക്കട്ടെ. വാട്ട് ഇസ് ദ മോസ്റ്റ് പോസിറ്റീവ് തിങ് അബൌട്ട് നല്ല ഗുഡ് ഹാർട്ടാണ്. ഭയങ്കര വെച്ചാല് ഭയങ്കര ഗുഡ് ഹാർട്ടാണ്. അത്രയും നമുക്കിങ്ങനെ പൊന്നു പോലെ വെക്കാൻ തോന്നൂലേ, അതുപോലെ. വേറെ ഞാൻ ലുക്കും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അകപ്പിലെ ഹാർട്ട് ബ്യൂട്ടിഫുൾ ആണ്. അതൊക്കെ ഇവിടെ പറയണോ? പറയണം. കണ്ടന്റ് കണ്ടന്റ് കുറെ ഉണ്ടാക്കുന്നുണ്ട്. അയ്യോ ഒന്നും പറയുന്നില്ല. അപ്പൊ എങ്ങനെ ബിഹേവ് ഫാൻ ഉണ്ടായിരുന്നു, പിന്നെ വോളിബോൾ ഇങ്ങനെ അടിച്ചു. എനിക്ക് പേടിച്ചിട്ട് ഡോർ ഓപ്പൺ അമ്മയെ വാ ഉള്ളിൽ വാ, ഞാൻ എന്തെങ്കിലും ആക്കിയെങ്കിലും അമ്മ എനിക്ക് എന്നെ സംസാരിച്ചു. അപ്പൊ ഇനി ഭാര്യ എടുത്തിട്ട് അമ്മ വാ ഇവിടെ ദേവേട്ട നോക്ക്. അപ്പൊ അമ്മയെ മുന്നിൽ തന്നെ ദേവേട്ട അമ്മക്ക് എന്താ പറയാൻ അറിയില്ല. ആദ്യം പഠിപ്പിച്ച മലയാളം വാക്ക് ഏതാ? അത് ചോദിക്കട്ടെ. ഏതാ? ഒന്നും പഠിപ്പിച്ചില്ല. എന്താ പഠിപ്പിച്ചത്? ഫുഡ് കളിച്ചോ? No, first word. Then he was like bad. ഞാൻ ചോദിച്ചു ബാഡ് വേർഡിൽ എന്താ പറയാൻ? അല്ല നമ്മൾ നോർമലി അതാണ് തെണ്ടി. തെണ്ടി. What do you mean by തെണ്ടി? any meaning അറിയില്ല. you'd call തെണ്ടി if anybody ആരെങ്കിലും ചീത്ത പറഞ്ഞെങ്കിൽ മലയാളത്തിൽ തെണ്ടി പോടാ അങ്ങനെ പറഞ്ഞിട്ട് ഭാഗ്യം കുറച്ച് പഠിപ്പിച്ചു. പക്ഷെ ഓർമ്മയില്ല. അത് വിട്ടേക്ക്. പിന്നെ അമ്മുക്കുട്ടിയോട് ഞാൻ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോ രണ്ടാളും സംസാരിക്കും. മുമ്പ് സംസാരിക്കാൻ തുടങ്ങി അമ്മുക്കുട്ടി കൂടിയിട്ട്. ചേച്ചിയെല്ലാം മലയാളത്തിൽ മെസ്സേജ് ആക്കും. അത് പഠിക്കാനേ എനിക്ക് കഷ്ടം. കളിച്ചോ എന്താക്കുന്നുണ്ട് അതെല്ലാം എനിക്ക് അറിയില്ല പഠിക്കാൻ. അപ്പൊ ദേവേട്ട ഫോർവേഡ് ചെയ്യും. ഇതെന്താ വേഗം പറ മീനിങ് പറ. അപ്പൊ റിപ്ലൈ അങ്ങനെ തന്നെ അതിനെ ഫോർവേഡ് ആക്കും. അങ്ങനെ തന്നെ പഠിച്ചിട്ട് ഞാൻ ഇപ്പൊ ഇത് ഇവിടെ ഇപ്പൊ കീർത്തന നല്ല തനി മലയാളം. നമ്മള് കന്നഡ പഠിച്ചോ? നമ്മള് കന്നഡ ഒരു 50% സ്വല്പ സ്വല്പ. അത് എനിക്ക് മനസ്സിലാവും. അമ്മുക്കുട്ടി എപ്പോഴും പറയും മലയാളീസ് ഒന്നും പഠിക്കൂല, എല്ലാം പഠിപ്പിക്കും. വേറെ ഓക്കെ. ഇപ്പൊ കീർത്തന സംസാരിക്കുമ്പോ ഏറ്റവും കൂടുതൽ ബ്രോഡ് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് കീർത്തന എപ്പോഴും പറഞ്ഞത് യു ആർ സോ കെയറിങ്. എന്നെ ആരും ഇതുവരെ കൺസിഡർ ചെയ്തിട്ടില്ല. സോ ഒരു പാർട്ട്ണറിനെ കൺസിഡർ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ആൻഡ് യു ആർ സോ ലക്കി ദാറ്റ് യു ഗോട്ട് someone who is like considering you. തിരിച്ച് ഞാൻ കീർത്തനയുടെ പറ്റി ചോദിക്കട്ടെ. വാട്ട് ഇസ് ദ മോസ്റ്റ് പോസിറ്റീവ് തിങ് അബൌട്ട് കീർത്തന? നല്ല ഗുഡ് ഹാർട്ടാണ്. ഭയങ്കര വെച്ചാല് ഭയങ്കര ഗുഡ് ഹാർട്ടാണ്. അത്രയും നമുക്കിങ്ങനെ പൊന്നു പോലെ വെക്കാൻ തോന്നൂലേ, അതുപോലെ. വേറെ ഞാൻ ലുക്കും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അകപ്പിലെ ഹാർട്ട് ബ്യൂട്ടിഫുൾ ആണ്. അതല്ലേ പെട്ടെന്ന് നിർത്തല്ലേ കീർത്തന എന്തോരം പറഞ്ഞു. എക്സാമ്പിൾ വെച്ചാല് എനിക്ക് ആദ്യം ഇവളായിട്ട് ഒരു ഇതാവാൻ കാരണം ഒരു ദിവസം ഇവള് ബ്രെഡ് അവിടെ ബാംഗ്ലൂർ ബ്രെഡ് കിട്ടും. അപ്പൊ നമ്മൾ ആലുപൻ. അപ്പൊ നമ്മൾ ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ വിശന്നിരിക്കുകയായിരുന്നു. അന്ന് കൊറോണ ടൈം അല്ലേ, ഫുഡൊന്നും അങ്ങനെ കിട്ടൂല, ഹോട്ടലൊക്കെ അടച്ചിരിക്കും. അപ്പൊ ഇവളിങ്ങനെ ബ്രെഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ട് വന്നിട്ട് എന്നോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. കുറച്ച് സംസാരിക്കുമ്പോ
വേണോ ചേച്ചനോട്? ആ. ഞാൻ ഇവള് കടിച്ചതല്ല, നമ്മള് ഫ്രണ്ട്സ് ആണ് ആ സമയത്ത്. അപ്പൊ ഞാൻ കിട്ടിയ കൊള്ളാം, അപ്പൊ അവള് തന്നു. അങ്ങനെ ആ ഒരു ഷെയറിങ്ങും പിന്നെ കെയറിങ്ങും ഉണ്ട്, ഒരുപാട് നല്ല കെയറിങ് ചെയ്യും. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പൊ എനിക്കൊന്നും ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. എനിക്കൊരു ഹോട്ടലിൽ പോയിട്ട് ഒരു ഫുഡ് ഓർഡർ ചെയ്യാൻ ഞാൻ ചെയ്യില്ല, ഇവളാണ് ചെയ്യാ. നമ്മള് കുറച്ച് ഇൻവെർട്ടർ ആണോ? അതെ. ഞാൻ എനിക്ക് വേഗം സോഷ്യലൈസ് ആവാൻ ഇഷ്ടം പറ്റും. ഇവരും അങ്ങനെയല്ല, ഇങ്ങനെ പോയി സംസാരിക്കണം, എന്നോട് ചോദിക്കണം. ഇപ്പൊ ഹോട്ടലിൽ ഒരു 80 രൂപയാണെങ്കിൽ പുള്ളി 100 രൂപ ചോദിക്കണമെങ്കിൽ ഞാൻ കൊടുക്കും. ഇവള് അല്ല 80 രൂപ പറയും. ഇപ്പൊ എനിക്കറിയാം 80 രൂപയാണെന്ന്, പക്ഷെ ഞാൻ 100 രൂപ. അതാണ് കറക്റ്റ് ആളാണ്, മനസ്സിലായോ? നമ്മൾ ഒരേപോലെ ഇരുന്നിട്ട് കാര്യമില്ല, കോംപ്ലിമെന്റ് ചെയ്യണം. സത്യം അല്ലേ? നമ്മള് ഈക്വൽ ആയിട്ട് നിന്നിട്ടും കാര്യമില്ല. ഒരാൾക്ക് എവിടെയാണോ എന്തോ ലാക്ക് ചെയ്യുന്നത് അത് മറ്റേ രണ്ടുപേരും ഒരേ എനർജി നല്ല ചിലപ്പോൾ അടിയാവും. ഓക്കെ, അപ്പൊ ഞാൻ സത്യസന്ധമായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇൻട്രോവേർട്ട് ആയിട്ടുള്ള താങ്കൾ ഇന്ന് ഇന്റർവ്യൂവിന് വരുന്നതിന് മുന്നേ എന്തൊക്കെ ടെൻഷൻ അടിച്ചു, എന്തൊക്കെ പറഞ്ഞു? അയ്യോ, അത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മള് പറഞ്ഞു ഞാൻ എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയാണെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യണം. ഞാൻ സംസാരിക്കും, എനിക്ക് കംഫർട്ട് ആവണം ഒരാളായിട്ട്. ഇപ്പൊ ബ്രോ ആയിട്ട് ഇപ്പൊ നമ്മള് കണ്ടുകൂട്ടിയല്ലേ ഉള്ളൂ, നമ്മൾ ഒരു ദിവസം ഇരുന്നുണ്ടല്ലോ, പിന്നെ ബ്രോ എന്നോട് പറയാം ഒന്നും മിണ്ടാണ്ടിരിക്കും. ഞാൻ ആ ലെവലാണ്. കംഫർട്ട് സോൺ കിട്ടിയ കഴിഞ്ഞാൽ പിന്നെ ഞാൻ മിണ്ടാണ്ടിരിക്കില്ല, ഭയങ്കര കമ്പനിയാവും. പക്ഷെ ഒന്ന് ആ ഒരു കംഫർട്ട് കിട്ടിയ ഓക്കെയാണ്. ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ, അപ്പോഴേ നമുക്ക് ചെറിയൊരു സെഗ്മെന്റിലോട്ട് പോയാലോ? ഓക്കെ, ഞാൻ കുറെ എന്തൊക്കെയോ നോട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചു തുടങ്ങിയപ്പോഴത്തേന് എനിക്കൊന്നും എടുക്കേണ്ടി വന്നില്ല. ഗുഡ് ഹാർട്ട് എന്ന് പറഞ്ഞില്ലേ കീർത്തി, അതിന് വേറൊരു എക്സാമ്പിൾ പറയാം. ഈ ലവ് ചെയ്യുന്ന സമയത്ത് ഇവള് വീട്ടുകാർ അറിയാണ്ട് ഞാൻ ഇവളെ വീടിന്റെ അടുത്ത് പോയി കാണും. അപ്പോ ഇവളെ കാണുമ്പോ വീട്ടുകാരെ അറിയാണ്ട്. അപ്പൊ ഇവള് ക്വാർട്ടേഴ്സ് ആണ്, അപ്പൊ അവിടെ കുറെ നടക്കേണ്ട സ്ഥലമുണ്ട്. അപ്പൊ ഞാനിവിടെ അവിടെ നടക്കും എപ്പോഴും രാത്രി. ഞാൻ എന്റെ റൂമിൽ നിന്ന് അവിടെ പോയിട്ട് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ തിരിച്ചു റൂമിൽ വിടും. നമ്മൾ നടക്കും, കുറെ നടക്കുന്ന സ്ഥലമുണ്ട്. നടന്നിട്ട് ഒരു ദിവസം ഒന്ന് വഴക്കായി. നമ്മൾ ഒരുപാട് ഫൈറ്റ് ചെയ്യും, ഇങ്ങനൊന്നല്ല, അതൊക്കെ ഫൈറ്റ് ചെയ്യണല്ലോ. മറ്റേ ആ സമയത്ത് കുറച്ച് ടോക്സിക് ആയിരുന്നു, കാരണം എനിക്ക് അവളെ എത്ര ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടത്തിൽ നിന്ന് വന്ന ടോക്സിക് ആണ്, ഭയങ്കര കെയറിങ് ചെയ്യും. അങ്ങനെ ഒരു ദിവസം സംസാരിക്കുകയാണെങ്കിൽ വഴക്കായിട്ട് നല്ല വഴക്കായി. അപ്പൊ ഇയാളെ വായിന്ന് വരാൻ പറ്റാത്തൊരു വേർഡ്, ഒരു ബാഡ് വേർഡ് ഇംഗ്ലീഷിൽ എന്നെ വിളിച്ചു. എന്താ പറയാ, എനിക്ക് ഇങ്ങനെ ഗേൾസിനെ അടിക്കുന്നത് ഇഷ്ടമല്ല, പക്ഷെ അന്നെന്തോ കൈ പൊങ്ങിപ്പോയി. അന്നാ ഞാൻ ആദ്യമായിട്ട് ഒരു അടി ഇങ്ങനെ എടുത്തുവിടെ ഒന്ന് പൊട്ടിച്ചു. അത് എനിക്കറിയില്ല, എന്റെ കൈ പൊങ്ങിപ്പോയി. അത് അടിച്ചതിന് ശേഷം എനിക്ക് പിന്നെ റിഗ്രറ്റ് അടിച്ചു. അന്ന് ഞാൻ പുറകെ പോയി കുറെ, ഇവള് കരയാണ്, ഇങ്ങനെ കരഞ്ഞു നടക്കുകയാണ്. ആൾക്കാരൊക്കെ നോക്കാം, കുറെ ആൾക്കാരുണ്ട് ആ സമയത്തും ബാംഗ്ലൂരല്ലേ. അപ്പോ ആൾക്കാരൊക്കെ നോക്കണം എന്തിനാ കുട്ടി കരയുന്നത്, ഇവളെ കരഞ്ഞു നടക്കുകയാണ്. ഞാൻ പുറകെ പോയി കുറെ ബെഗ് ചെയ്തു, പ്ലീസ് പ്ലീസ് സോറി ഇനി ചെയ്യില്ല പറഞ്ഞിട്ട്. ഇവള് ഒന്നും നോക്കിയാന്നില്ല. എനിക്ക് ഇവള് യു ഗോ ഹോം എന്ന് പറഞ്ഞു, വീട്ടിൽ പോക്കോ, ഞാൻ നോക്കിയാവില്ല, ഗെറ്റ് ലോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സങ്കടം നടന്നു പോവാണ്. അവിടുന്ന് ഒരു 5 കിലോമീറ്റർ ആയിട്ടും പോകാനുണ്ട് എന്റെ റൂമിലോട്ട്. അപ്പൊ ഞാൻ നടന്നു പോവാണ് സങ്കടത്തിൽ, അല്ലെങ്കിൽ വല പിടിച്ചു പോവാ, ഓട്ടോ പിടിച്ചു പോവാ. ഞാൻ നടന്നു പോവാണ്. നടന്നു പോകുമ്പോ കുറച്ച് കഴിയുമ്പോൾ ഒരാള് സ്കൂട്ടിയിൽ വന്നിട്ട് ഈ ദേഷ്യത്തില് സ്കൂട്ടി നിർത്തിയിട്ട് പറഞ്ഞു നടന്നു പോണ്ട, സ്കൂട്ടി എടുത്തോണ്ടോയിക്കോ പറഞ്ഞു. ആ അടിച്ച ദേഷ്യത്തിലും ഇയാള് വന്നിട്ട് സ്കൂട്ടി എടുത്ത് പോയിക്കോ, നടക്കണ്ട. എന്നിട്ട് അടിച്ചു സോറി പറയാൻ പറഞ്ഞിട്ടായിരുന്നു. പിന്നെ അടിച്ചോ? ഇല്ല, പിന്നെ അടിച്ചില്ല. പക്ഷെ ആ വേർഡ് കുറച്ച് ഹൈ ആയിരുന്നു, അതിപ്പോ പറയാൻ പറ്റില്ല. ഈ ആളെന്നെ എനിക്ക് പഠിപ്പിച്ചത് ആ വേർഡ്. വിളിച്ചാണ്. ഈ നമ്മള് നല്ല മൂഡിലിരിക്കുമ്പോ ആ വേർഡ് ഒന്നും വലിയ പ്രശ്നമാവില്ല, അടിയിട്ടോണ്ടിരിക്കുമ്പോ ആ വേർഡ് വരുമ്പോഴത്തേക്കും ചിലപ്പോ നമുക്ക് പ്രശ്നമാവും. ഇതാണ്, പക്ഷെ എന്നാലും അടിക്കണ്ടായിരുന്നു. സോറി. പക്ഷെ ഞാൻ അത് ലവ് ചെയ്യുന്ന സമയത്തായിരുന്നു. ഇപ്പൊ ദേഷ്യം വന്നാൽ ഞാൻ എന്താ ചെയ്യോ, അതൊക്കെ ഇവിടെ പറയണോ? പറയണം, കണ്ടന്റ് കുറെ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ടൈം അയ്യോ ഒന്നും പറയല്ലേ അപ്പൊ എങ്ങനെ ബിഹേവ് യു നോ, ഫാൻ ഉണ്ടായിരുന്നു, ടേബിൾ ഫാൻ, അത് എടുത്തിട്ട് ഇങ്ങനെ ചാടി, ലൈക്ക് എ മൂവി ഓൺലി. പിന്നെ വാളിൽ പോയി ഇങ്ങനെ അടിച്ചു.
എനിക്ക് പേടിച്ചിട്ട് റൂം ഡോർ ഓപ്പൺ ആക്കിയിട്ട് അമ്മേ വാ ഉള്ളിൽ വാ, ഞാൻ എന്തെങ്കിലും ആക്കിയെങ്കിലോ അമ്മ എന്നെ സംശയപ്പെടുമല്ലോ. അപ്പൊ ഇനി ഭാര്യ എടുത്തിട്ട് തല്ലിയതാണ്. അമ്മ വാ ഇവിടെ ദേവേട്ട നോക്ക്. അപ്പൊ അമ്മയും മുന്നിൽ തന്നെ ദേവേട്ട ഇങ്ങനെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. എന്താ മോനെ എന്താ അമ്മക്ക് എന്താ പറയാന്നറിയില്ല, ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ ഞാൻ പറയുന്നുണ്ട് അമ്മ ഞാൻ ബാങ്കിൽ പോവാമേ, ദേവേട്ട ഇങ്ങനെല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരാളെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തു ഞാൻ പോവാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പെട്ടി പാക്ക് ചെയ്യണ്ട, ഇയാള് പോത്തൊന്നുമില്ല അവിടെ തന്നെ. കുറച്ച് കഴിഞ്ഞപ്പോ ഓക്കെ മൊത്തം ഡ്രസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് തിരിച്ചു വെച്ചു. ഒരു അപ്പൊ മൂവി പോയി അങ്ങനെ. But ഇപ്പോ what am I trying to tell is before he used to hurt me, ഇപ്പോ he hurt himself when he get tired. പക്ഷെ ഞാൻ പണ്ട് ടോക്സിക് ആണെന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ തിരിച്ച് ടോക്സിക് ആണ്. എന്താ ചെയ്യുന്നത്? ഭയങ്കരം വെച്ചാല് എന്നെ എവിടെയും വിടില്ല, പോവില്ല. അത് ഓക്കെ ആണ് വിടും, പക്ഷെ ഒരു ലിമിറ്റ് വെച്ചിട്ട് ഞാൻ എപ്പോഴും കൂടെ വേണം. പണ്ട് എനിക്കായിരുന്നു അത്, എപ്പോഴും എന്റെ കൂടെ വേണം എന്നുള്ള ഫീൽ. ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞില്ല, ഇപ്പൊ എന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. പക്ഷെ ഇയാൾക്ക് ഞാനില്ലാണ്ട് പറ്റില്ല എന്നുള്ള അവസ്ഥ. എന്നെ പുറത്ത് വിടില്ല, പുറത്ത് പോകുമ്പോ കൂടെ വരും, ഞാൻ കൂടെ വേണം അവർക്ക്. ആ ഒരു മൈൻഡായി. എന്താ പറ്റി അറിയില്ല, അത് ഓപ്പോസിറ്റ് ട്രാപ്പ് ആയതുപോലെ. എന്റെ ഈശ്വര ഞങ്ങളുടെ വിഷമം വേണ്ട. ഇതാ ഞാൻ ഓക്കെ. അപ്പൊ അതാണ് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ. ഓക്കെ, ഈ വഴക്കെടുത്തത് നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, കൊച്ചു കാര്യങ്ങളായിരിക്കും. വഴക്ക് ഇട്ടതിന് ശേഷമാണ് ചിന്തിക്കുന്നത് എന്തിനാ വഴക്കിട്ടെ. ചിലപ്പോ മറന്നുപോകും, റീസൺ തന്നെ മറന്നുപോകും. ചെറിയ കാര്യമായിരിക്കും വഴക്കിടുന്നത്. എനിക്ക് ഇവിടെ ഭാഗത്ത് എന്തെങ്കിലും ഫീൽ ബാഡ് ആവും, ചെറുതായിട്ട് എന്തെങ്കിലും സംസാരത്തിൽ അതെനിക്ക്. നമ്മള് കന്നഡ മലയാളിയെങ്കിൽ നമ്മൾ എനിക്ക് എന്റെ ഫീലിംഗ്സ് എക്സ്പ്ലോർ ചെയ്യാം, പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇംഗ്ലീഷ് ആകുമ്പോൾ ഭയങ്കര കഷ്ടമാണ്. നമ്മൾ പക്ഷെ ലവ് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് ഇപ്പൊ അത് മാറ്റാൻ പറ്റുന്നില്ല. കൂടുതൽ ഇംഗ്ലീഷ് തന്നെയാണ് സംസാരിക്കുക. അപ്പോ എന്റെ ഒരു സാഡ് പറയുമ്പോ ഇവർക്ക് വേറെ രീതിയാണ് ഇവിടെ എടുക്കുന്നത്, മനസ്സിലായില്ലേ? എക്സ്പ്രഷൻ മാറി പോകുന്നു. അപ്പൊ അങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. എനിക്ക് ഫീൽ ബാഡ് ആവും. അപ്പൊ എനിക്ക് വേണ്ടത് ഇവിടെ തന്നെ ഓക്കെ ആക്കണം. ദേവട്ടെ എന്തോ വേറെ ട്യൂണിൽ പറയും ഇംഗ്ലീഷിൽ ഉള്ളിൽ ആ ഫീലിംഗ്സോടെ, പക്ഷെ ഞാൻ വേറെ പോലെ എടുക്കും. ആ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ട്. പക്ഷേ ഒരു വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് നല്ല പച്ച മലയാളത്തില് പിന്നെ കുഴപ്പമില്ല. 3 വർഷമായി. അത് കുഴപ്പമില്ല, നമുക്ക് സമയം എടുക്കില്ല. ടഫസ്റ്റ് ലാംഗ്വേജ്, വൺ ഓഫ് ദി ടഫസ്റ്റ് ലാംഗ്വേജ്. എന്നിട്ട് ഇത്ര പഠിച്ചു. അതെ, മിസ്റ്റേക്ക് ചെയ്യും. തരും കൊടുക്കണം, അത് ഞാൻ മിസ്റ്റേക്ക് ചെയ്യണം. അപ്പൊ അച്ഛ മോളെ കൊടുക്കണം, അച്ഛൻ ജോൽസെ റൂമിൽ അവിടെ എന്തോ ചെയ്തിട്ടുണ്ട്, മോളെ അത് തരുമല്ല കൊടുക്കണം. അമ്മക്ക് മൊബൈൽ കൊടുക്കുക പറഞ്ഞത് അമ്മക്ക് മൊബൈൽ താ. അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്, ബാക്കി ഓക്കെയാണ്. ഓക്കെ, സൂപ്പർ. സോ ഈ സെഗ്മെന്റ് ഈസ് ആക്ച്വലി ഒരു ഹസ്ബൻഡ് വേഴ്സസ് വൈഫ് ഒരു റാപ്പിഡ് ഫയർ റൗണ്ട് ആണ്. ഓക്കെ, സോ മോർണിംഗ് പേഴ്സൺ ഓർ നൈറ്റ്. ഓക്കെ, നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് ഓപ്പോസിറ്റ് ആൾക്കാരെ പറ്റി സംസാരിച്ചാലോ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബ്രോഡ് എടുത്ത്. ഓക്കെ, സോ മോർണിംഗ് പേഴ്സൺ ഓർ നൈറ്റ് ഔൾ? മോർണിംഗ്. രാവിലെ എഴുന്നേക്കും. മോർണിംഗ് പേഴ്സൺ ഓർ നൈറ്റ് ഔൾ? നൈറ്റ് ഔട്ട്. നൈറ്റ് ഔൾ. ഔൾ കണ്ണും പിടിച്ച് രാത്രി ഇരിക്കുക. അങ്ങനെയാണോ? ഇല്ല, മോർണിംഗ്. നൈറ്റ് പെട്ടെന്ന് ഉറങ്ങും, ഉറങ്ങിയ പിന്നെ എന്നിട്ട് രാവിലെ എഴുന്നേക്കും ചെയ്യും. രാവിലെ രാത്രി ഉറങ്ങും, രാവിലെ ഉറങ്ങുന്നൊക്കെ. എപ്പോഴും ഉറക്കം വേണം. ബോഡി ആക്റ്റീവ് ഉണ്ടാവും. ചെറുപ്പത്തിലെ ശീലം. നൈറ്റ് ഒരു 10 o'clock ഉറങ്ങെങ്കിൽ രാവിലെ ഞാൻ 10 മണി തന്നെ എടുക്കണം. അപ്പോഴേ എന്റെ ബോഡി ആക്റ്റീവ് ആയിട്ടുണ്ടാവും. entire day I'll be very active. If I don't sleep, no. Yesterday also I did not sleep. Full I was from morning to evening. I was full. ഇന്നലെ ചെറിയൊരു അടിയോണ്ട് ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്ത് പറയുമ്പോഴും സ്പോർട്സും കഴിഞ്ഞു തോന്നുന്നു, ഉറക്ക് കിട്ടാത്ത എന്ത് പറയുമ്പോഴും ഷൗട്ട് വോയിസ് റേസ് ആയിട്ടാണ് സംസാരിച്ചത്. അപ്പൊ ഞാൻ നാളെ ഇന്റർവ്യൂ ആണ്, ഇരിക്കാം, പറയണ്ട. ഇല്ലെങ്കിൽ ഈ മൂഡില് നാളെ
പിന്നെ ഇവിടെ ആക്ട് ചെയ്യേണ്ടി വരും ഹാപ്പി പോലെ. ഓക്കെ, ഇപ്പൊ ശരിക്കും ഹാപ്പി അല്ലേ? ഇത് ആക്ട് ചെയ്യുന്നല്ലോ. ഓക്കെ ഓക്കെ. സോ ടീയോ കോഫി? ടീ. കുറെ ചായ കുടിക്കും ഒരു ദിവസം? ബിഫോർ, പക്ഷേ ഞാൻ വന്നിട്ട് ഞാൻ മാറ്റി. ഒരു കോഫിയില്ല, ഒരു ചായ ഇല്ല. ബിഫോർ യു വാസ് ടീ പേഴ്സൺ. ഓക്കെ 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 ഫൈൻ. സോ ഹോം ഡേറ്റ് ഓർ മൂവി ഡേറ്റ്, ഏതാ ആൾക്ക് കൂടുതൽ ഇഷ്ടം? ഹോം ഡേറ്റ്. വീട്ടില് സ്പെൻഡ് ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. അതെ. ഓക്കെ, നിങ്ങൾ മോസ്റ്റ് റൊമാൻറ്റിക് ആയിട്ടിരിക്കുമ്പോ വീട്ടില് നിങ്ങൾ ലൈക്ക് എങ്ങനെയാ സ്പെൻഡ് ചെയ്യാ? We are always romantic. Romantic, Friend of romantic ആണ്. parents also. അമ്മ സോഫ മുന്നേ സീരിയൽ നോക്കും, ഇവിടെ ഒരു സോഫ ഉണ്ട്, എന്നിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ചെയ്യും. ഞാനും ചെയ്യും അച്ഛന്റെ കൂടെ. കണ്ടുപിടിക്ക് മനസ്സിലാവുക. നിങ്ങൾ ജോൺസൺ നോക്കിക്കൊണ്ടിരുന്നോ? അപ്പൊ ഞാൻ അച്ഛൻ വന്നിട്ട് ഇരിക്കും, അമ്മ ഇങ്ങനെ ഉമ്മ കൊണ്ടു ഇപ്പൊ നിങ്ങൾ വന്നതിന് ശേഷമേ, ഇപ്പൊ ആക്ച്വലി കീർത്തന ഒരു അഡീഷൻ ടു ഫാമിലി ആയതിനു ശേഷം വീട്ടില് അച്ഛനും അമ്മയും മോർ റൊമാൻറ്റിക് ആയല്ലേ? ആയിരിക്കും കൈ ഇങ്ങനെ പിടിച്ചിട്ട് നടക്കുന്നോടെ, അപ്പൊ അച്ഛ ബാക്കിൽ ഇങ്ങനെ കൈ പിടിച്ചിട്ട് അതെ അതെ അതെ. അത് അടിപൊളിയാണ്, നല്ലൊരു ചേഞ്ച് ആണ്. നമ്മള് റൂമിലൊക്കെ ആണെങ്കിൽ ഡാൻസ് ചെയ്യും, അത് റൊമാൻറ്റിക് ആയിട്ട് ഡാൻസ് ചെയ്യും. പിന്നെ അധികം റൊമാൻറ്റിക് തന്നെയാണ് റൂമിൽ. അതല്ല ഏതായാലും വൈഫല്ലേ ഓക്കെ. സോ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് രണ്ടുപേർക്കും പറയാട്ടോ. സോ ഹു യൂസ് മൊബൈൽ ഫോൺ ഇൻ ദ ഫസ്റ്റ് ഇൻ ദ മോർണിംഗ്? എഴുന്നേറ്റിട്ട് സ്ക്രോൾ? ചുമ്മാ അല്ല പറയുന്നത്, എഴുന്നേക്കുന്നതിന് മുന്നേ മൊബൈലിൽ റീൽസ് കാണുമായിരിക്കും. ഞാൻ ചില ടൈം ഇങ്ങനെ സൗണ്ട് കേൾക്കും, അപ്പൊ തന്നെ മൊബൈൽ നോക്കും, എന്നിട്ട് ഐ വോണ്ട് ഗിവ് യു എ സെക്കൻഡ് ദാറ്റ് ഐ വോക്ക് അപ്പ്, അപ്പൊ തന്നെ തിരിച്ചിട്ട് എന്താ വീഡിയോ നോക്കുന്നുണ്ട്. പക്ഷെ അല്ലെങ്കിൽ നോർമലായിട്ട് നോക്കുമ്പോ എന്തെങ്കിലും കോമഡി വീഡിയോ വരും, ഇവിടെ കണ്ണു വരുമ്പോഴേക്കും കറക്റ്റ് ബിക്കിനിട്ട ഗേൾസ്. അതിന്റെ റീസൺ ഞാൻ പറയാം ബ്രോ. ആക്ച്വലി ഇൻസ്റ്റാഗ്രാം നോസസ് നമ്മുടെ മനസ്സിലുള്ളത് വരും കേട്ടോ. ഹെൽപ്പ് ചെയ്യണം, അത് വരും, നമ്മുടെ മനസ്സിലുള്ള സാധനം കറക്റ്റ് ആയിട്ട് വരും. I will be standing and seeing. ചേരിൽ ഇരുന്നിട്ട് ഇങ്ങനെ സ്ക്രോൾ ആക്കുമ്പോ പെൺകള് പിക്ചേഴ്സേ വരും. What is that? Why this pictures? അപ്പൊ അധികം ഗേൾസ് വീഡിയോസ് തന്നെ നോക്കുന്നുണ്ട് അല്ലേ? എന്റെ ഇൻസ്റ്റാഗ്രാം ഞാൻ എടുക്കും, എനിക്ക് എന്താ ബോയ് വീഡിയോസ് വരാത്തത്? നിങ്ങൾക്ക് ഗേൾസ് വീഡിയോ തന്നെ വരും. Why I'm a girl, അപ്പൊ എനിക്ക് ബോയ്സ് വീഡിയോ വരുന്നതേ എന്താ വരാത്തത്? ഞാൻ ചോദിക്കും, അതെ എനിക്കറിയില്ല, അത് വരും. ഞാൻ പറഞ്ഞു അത് അടുത്തൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ പെൺകുട്ടിയുടെ വീഡിയോ വരും, ഞാൻ ഒറ്റക്കാണ് നോക്കുന്നുണ്ടെങ്കിൽ ആൺകുട്ടിയുടെ. ഇതിപ്പോ എന്റെ മാത്രം ഫോൺ അല്ല അല്ലേ എന്നൊക്കെ അതെ ബ്രോ വിശ്വസിക്കും. റീലല്ലേ നേരിട്ടൊന്നല്ലോ. റീൽസ് പാവം സമ്മതിക്കില്ല എന്നൊക്കെ. ഓക്കെ, സോ ഹൂ സ്റ്റീൽസ് ദ ബ്ലാങ്കറ്റ്? അവളാണ്. ആണോ? രാത്രി എടുത്തോണ്ട് കൊണ്ടുപോകും, പിന്നെ നമ്മൾ തണുത്ത് കുറച്ചാണ്. എനിക്ക് രാത്രി എഴുന്നേറ്റാ പിന്നെ ഉറങ്ങാൻ പറ്റില്ല. രാത്രി ഒരു പ്രാവശ്യം ഉറങ്ങിയാൽ പിന്നെ രാവിലെ എഴുന്നേക്കണം, മിഡിലായിട്ട് എഴുന്നേറ്റാ പിന്നെ ഉറങ്ങാൻ പറ്റില്ല. ഇവനാണെങ്കിൽ കിക്ക് ചെയ്യും, രാത്രി കാലെടുത്ത് ഇങ്ങനെ വെക്കും, മോളിലേക്ക് കൈ എടുത്തിട്ട് ഇങ്ങനെ വെക്കും. ചിലപ്പോ ഉറക്കത്തിലും മറ്റേ മറിഞ്ഞോണ്ടൊക്കെ ആയിരിക്കും രാവിലത്തെ പ്രശ്നം തീർക്കാൻ രാത്രി. അതാണ് അടിച്ചു, ഒരു പ്രാവശ്യം അടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് പോയിട്ട് ആലോചിക്കണം കേട്ടോ, തലേദിവസം എന്തെങ്കിലും പ്രശ്നം ഒരെണ്ണം കൊടുക്കണോ അന്ന് അവൻ എന്നെ അടിച്ചതാണ്. ഓക്കെ, സോ ഹൂ കുക്സ് ബെറ്റർ? ഓഫ് കോഴ്സ് അറിയില്ല. ഓക്കെ, ഉണ്ടാക്കുന്ന ഏറ്റവും ഫേവറേറ്റ് ഡിഷ് ഏതാ കീർത്തൻ ഉണ്ടാക്കുന്നത്? മാഗി. മാഗി സേഫ് സേഫ് ബ്രോ. ഇതിപ്പോ ഓൺ റെക്കോർഡ് ഒരു ഫൈറ്റ് കിട്ടും തോന്നുന്നു. Afghanistan chicken that curry I prepared. ഞാൻ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യപ്പോ
രസമുണ്ട്, this is nice, nice പറഞ്ഞിട്ട് കളിക്കും. എന്നിട്ട് ഇപ്പൊ മാഗി അല്ല അത് ഞാൻ ചിക്കൻ ഫ്രൈ ഒന്നും ഞാൻ അതാണ് ഞാൻ cook ചിക്കൻ ചെയ്യുന്നത്. ഫ്രൈ അടിയാവും. എനിക്ക് പ്രശ്നമില്ല, ഞാൻ എന്ത് അടിയും ഞാൻ അതാണ് കുക്ക് ചെയ്യാതെ. He doesn't remember my cooking. അപ്പൊ ഞാൻ എന്തിനു കുക്ക് ചെയ്യാം? എനിക്കൊന്നാമത് വീട്ടിൽ അമ്മേനാണ് കുക്ക് ചെയ്യാതെ. അധികം ഫുഡ് രാവിലത്തെ രാത്രി ഉച്ചയ്ക്ക് അമ്മ ചെയ്യും. ഇവിടെ വീട്ടിൽ പോയി ഇവിടെ അമ്മ കുക്ക് ചെയ്ത് തരും. ഇവിടെ അങ്ങനെ കുക്ക് ചെയ്യാറൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മള് ചില സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കി അല്ലെ, അങ്ങനെ ഉണ്ടാക്കിയതിൽ ചിക്കൻ ഇസ് ഗുഡ്. ഓക്കെ, സൂപ്പർ. സോ ഹു ഇസ് മോർ ഡ്രാമാറ്റിക്? He is more dramatic. നേരത്തെ ബ്രോ കൊണ്ടുപോയി തലയിടിക്കുക. You know, when we fight, എന്നോട് ഭയങ്കര സങ്കടം പോലെ ടോക്ക്. നീ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, നീ ഭയങ്കര വേദന ആവുന്നുണ്ട്, അങ്ങനെ ചെയ്യേണ്ട. എക്സ്പ്രസിൽ ഞാൻ ഫൈറ്റ് ചെയ്തെങ്കിൽ ഞാൻ അത് അപ്പൊ തന്നെ വിടും. ഐ ജസ്റ്റ് ഗോ ഓക്കെ ബേബി, അങ്ങനെ ഞാൻ അത് വിടുവായിരുന്നു. എനിക്കത് സംസാരിച്ച് സോൾവ് ചെയ്ത് ഓക്കെ ആകണം. അത് മൈൻഡിൽ ഒന്ന് ക്ലിയർ ചെയ്യണം, ഒന്ന് വാഷ് ഔട്ട് ചെയ്യണം. വാഷ് ഔട്ട് ചെയ്യണം. അങ്ങനല്ലേ? പക്ഷെ ഇവരെന്താ അറിയോ, ആ സമയത്ത് അത് വിട്ടിട്ട് വേറെ സംസാരിച്ചു. ഐ വോണ്ട് ടു ഗോ ത്രൂ ദാറ്റ്. അത് സോൾവ് ചെയ്ത് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് മനസ്സിന് സമാധാനത്തിലേക്ക് ഇരിക്കണം. പക്ഷെ ഇവര് അന്ന് ഇട്ട് പറഞ്ഞിട്ട് ഒഴിവാക്കി ഇടും. പിന്നെ വേറെ ഫൈറ്റ് വരുമ്പോ അന്ന് അങ്ങനെ ചെയ്തില്ലേ, പക്ഷെ നമ്മൾ സോൾവ് ആയ പിന്നെ എടുത്തില്ല. getting correct. Okay, so who apologizes faster? Thank you. ആണല്ലേ? നമ്മൾ പോയി സോറി. എനിക്ക് ഇവളായിട്ട് അധികം അടിച്ചു പിരിഞ്ഞിരിക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് ഇവള് എപ്പോഴും സ്മൈൽ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുന്ന കാണാൻ ഇഷ്ടം. ഫൈറ്റ് ചെയ്ത വല്ലാത്തൊരു മുഖമാണ് കുട്ടിയുടെ. ഇങ്ങനെയല്ല, ഇത്രയും ഭംഗി ഉണ്ടാവില്ല. ഫൈറ്റ് ചെയ്ത ഹൈ ആണ്, സ്റ്റേഷനൊക്കെ പറഞ്ഞല്ലോ, നമുക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കൺട്രോൾ ചെയ്ത് പോകും. പക്ഷെ എനിക്കിപ്പോഴും അടി കഴിഞ്ഞാല് പെട്ടെന്ന് തീർക്കണം. ഇങ്ങനെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ഫൈറ്റ് ചെയ്തെങ്കിൽ ഒരു 10 to 15 minutes ടൈം വേണം. 10 to 15 മിനിറ്റോ? 2 ദിവസമൊക്കെ ഇരുന്നിട്ട് എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. എനിക്ക് സംസാരിക്കാൻ വേഗമാവൂല. പക്ഷെ ദേവട്ട അങ്ങനെയല്ല. He wants to resolve it very soon. ഓക്കെ ഓക്കെ, ഒന്ന് ആലോചിക്കുക, രണ്ടുപേരും അതുപോലെ 2 ദിവസമൊക്കെ ഇരുന്നെങ്കിൽ. ഇതിലുണ്ട് ഒരു വശം. നല്ല ഫൈറ്റ് ഒക്കെ വരുമ്പോ ഞാനും ഈ കൊടുത്തിരിക്കും. നമ്മളോളൊന്നും എപ്പോഴും നമ്മളെ വിട്ടുകൊടുക്കത്തില്ലല്ലേ? ആണല്ലേ? ഓക്കെ, കൂൾ. സോ ഹു ടേക്സ് മോർ സെൽഫീസ്? ആണല്ലേ? ഈ മറ്റേ ഫുഡൊക്കെ മേടിച്ചു വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് വിശന്നിരിക്കുമ്പോ എടുത്തോണ്ടിരിക്കും. ഇല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങനെ ദേഷ്യം ഇല്ല, ചിലപ്പോ വരും. പക്ഷേ എക്സ്പ്രസ് എടുത്തോട്ടെ. ബട്ട് മുഖത്തിൽ എനിക്ക് കാണും that he is very angry. Okay, fine. Who is better at keeping secrets? We don't keep secrets between us. നമ്മള് എനിക്ക് സീക്രട്ട് പറഞ്ഞെങ്കിൽ ദേവട്ട അറിയോ അവൾക്ക് അങ്ങനെ. പക്ഷേ നമ്മൾ സീക്രട്സ് വെക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സീക്രട്സ് നിങ്ങൾക്കുള്ളിൽ കീപ്പ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആരാ? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ സീക്രട്ട്? അല്ലല്ല, നിങ്ങളുടെ സീക്രട്സ്. ഐ മീൻ നമ്മളുടെ സീക്രട്സ് ആരോടും പറയില്ല. നമ്മൾ ചിന്തിക്കുന്നത് എന്താന്ന് വെച്ചാല് നമ്മളാണ്, നമ്മൾക്കിടയിൽ ആര് വന്നാലും തേർഡ് പേഴ്സൺ ആണ്. നമ്മളാണ് മെയിൻ. ഇപ്പൊ നമ്മളെ നാളെ കുട്ടി വന്നവരെ ആ കുട്ടികൾ നമ്മൾ തേർഡ് പേഴ്സൺ ആണെന്നാണ് ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഇപ്പോഴും അവരെ വിട്ടേക്ക്, നമ്മൾ എപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ടാവണം. നമ്മൾ ഒരു ഫൈറ്റ് ആയാലും എന്റെ അമ്മക്ക് ഇതുവരെ അറിയില്ല. ഐ ഡോണ്ട് ഷെയർ മൈ ഫൈറ്റ്സ് ഓർ ദേവട്ടോടെ എന്തായെങ്കിലും ഐ വോണ്ട് ഷെയർ. ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കണം കേട്ടോ, ഇറങ്ങിട്ട്. ഐ ഓൺലി മേഡ് യു ബോത്ത്. ഞാൻ എന്ത് കല്യാണം ചെയ്തു? പക്ഷെ നമുക്ക് അത്ര മലയാളം അറിയില്ലേ? ആണല്ലേ? നന്നായി. അറിയൂ ദേവട്ട. Okay, fine. So who is more disciplined? കീർത്തോട്ടി തന്നെ. Like എല്ലാം അറേഞ്ച് ചെയ്യുന്നത്, കസ്റ്റമൈസ് ചെയ്യുന്നതില് ആണ്. ഓക്കെ, നമ്മള് കുറച്ച് ലേസിയാണ്. Once if you start clean ചെയ്യാൻ തുടങ്ങിയെങ്കിൽ എല്ലാം ക്ലീൻ ചെയ്യും. ഇല്ലെങ്കിൽ
മെസ് ആക്കാൻ ഈസി നമ്പർ 1. ഇത് ടവൽ എടുത്തെങ്കിൽ അവിടെ തന്നെ വെക്കും, എന്തെങ്കിലും യൂസ് ചെയ്തെങ്കിൽ അവിടെ തന്നെ ചാടും, എന്തെങ്കിലും പാക്കറ്റിൽ യൂസ് ചെയ്തെങ്കിൽ ആ പാക്കറ്റ് അവിടെ തന്നെ യു വോണ്ട് ത്രോ ടു ഡസ്റ്റ്ബിൻ. വെരി മെസ്സി ഫെല്ലോ. അപ്പൊ ഞാൻ തന്നെ ബാക്കിൽ ഇങ്ങനെ ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മള് ഇൻട്രോവേർട്ടിസം ആ സാധനമൊക്കെ പോയില്ലേ? നമുക്കിപ്പോ ചെറിയൊരു ടാസ്ക് ചെയ്താലോ? നമുക്കിപ്പോ സ്വാപ്പ് ചെയ്താലോ? റെഡി? ഏയ് നിങ്ങൾ എന്തോരം വീഡിയോസ് ചെയ്താ. ഓക്കെ, സ്വാപ്പ് ചെയ്തിട്ട് ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. അതായത് കീർത്തോട്ടെ എന്നെ പോലെ ഞാൻ കീർത്തോട്ടെ. ഞാൻ കീർത്തന, ഗുരുദേവ്. റെഡി? ഓക്കെ ആണല്ലോ? സോ കീർത്തന, ഓക്കെ, ഗുരുദേവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ്? അവൾക്ക് അങ്ങനെയൊന്നും ഇല്ലടോ, എല്ലാം കഴിക്കും. എല്ലാം കഴിക്കും. ഭയങ്കര ഫുഡിയാണ്. എന്താ എന്ത് കുക്ക് ചെയ്ത് കൊടുക്കാനാണ് ഇഷ്ടം? എനിക്കോ? എനിക്ക് ബിരിയാണി കുക്ക് ചെയ്യണം ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ അറിയത്തില്ല. അതുകൊണ്ട് കുക്ക് ചെയ്ത് കൊടുക്കും. നമ്മള് ബിരിയാണി കുക്ക് ചെയ്യുമ്പോൾ കഞ്ഞിയൊക്കെ ആയി പോകും. കഞ്ഞിയാണ്, അവളെ ഒരു കഞ്ഞിയാണ്. അല്ല, അവനൊരു കഞ്ഞിയാണ്. ഓക്കെ, ഗുരുദേവ്, സോറി എനിക്കാണ് പറയുന്നത്. ഓക്കെ, കീർത്തന ഗുരുദേവിന് തന്ന ഗിഫ്റ്റ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഏതാ? പറയാങ്ങട്. വാച്ചാണ്. വാച്ചാണ് ഏറ്റവും ഇഷ്ടം. ഓക്കെ ഓക്കെ. എന്തുകൊണ്ടാണ് കീർത്തന ഇഷ്ടപ്പെടാൻ റീസൺ? നമ്മളന്ന് വണ്ടിയിൽ പോയപ്പോ, ഫസ്റ്റ് സ്കൂട്ടറിൽ പോയപ്പോഴാണ് അതുകൊണ്ടാണ് ഞാൻ കീർത്തനെ പറ്റി ചോദിക്കുന്നത്. കീർത്തനെ ഇഷ്ടപ്പെടാനുള്ള റീസൺ ചോദിക്കാം. കീർത്തനെ ഇഷ്ടപ്പെടാൻ എന്ത് കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടത്? അവള് ആക്ച്വലി എന്താ പറയാ, പറങ്ങട് എന്തത്ര പാട്? എന്റെ പറ്റി ഞാനേ പറയാൻ കുറച്ച് അവള് ഒരു ടൈം എനിക്ക് ജോലി ഇല്ലാത്ത ഉണ്ടായിരുന്നു. അപ്പൊ അവള് പോക്കറ്റ് മണി എനിക്ക് തന്നെ കൊടുക്കും മൊത്തം. അപ്പോ അമ്മ 200 കൊടുക്കാൻ 300. അപ്പോൾ ഫുഡ് എനിക്ക് കളിക്കാൻ അവള് തന്നെ തരും. അപ്പോ അത് എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ഉള്ളിൽ പിടിച്ചത്. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ആക്ട് ചെയ്യാൻ പറ്റും? നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു സാധനം, ഒരു റീൽ കണ്ടന്റ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? നമ്മളൊന്ന് അത് ഡയലോഗ് പറയാം. നമ്മൾ ഒരു മോണോ ആക്ട് ടൈപ്പ് അല്ലേ? അതെ അതെ അതെ. ഡയലോഗ്സ് അങ്ങനെ പറയാറില്ലല്ലോ. അപ്പൊ നമ്മളത് ഓക്കെ, മൊത്തം ആക്ടിംഗ് ആണ്. അങ്ങനെ നിങ്ങളുടെ വീട്ടിലെ ഒരു ഓക്കെ, നിങ്ങളെ മറ്റേ സീരിയൽ ടിവിയുടെ മുന്നിൽ ഇരിക്കുമ്പോ, പക്ഷെ എനിക്ക് സ്വാപ്പ് വേണം കേട്ടോ. എന്താ ചെയ്യണ്ടേ? നിങ്ങളുടെ ഒരു യൂഷ്വൽ ആക്ടിവിറ്റി സ്വാപ്പ് ആയിട്ട് തുടങ്ങി. വെള്ളം കൊണ്ടുപോവാ. എനിക്കൊന്നും പറ്റില്ല കൊണ്ടുവരാൻ. ഞാനാണ് ഇവിടെ ഭർത്താവ്. അതൊക്കെ പണ്ട്. ഇപ്പൊ ഞാനാണ് ഭർത്താവ്. അതൊക്കെ പണ്ട്. പിന്നെ ഇനി നിങ്ങൾ തന്നെ എല്ലാം ചെയ്യണം. എന്നെ എത്ര കഷ്ടപ്പെടുത്തിയാടോ താൻ? ഞാനാ? ഇനി താൻ തന്നെ എല്ലാം ചെയ്താൽ മതി. ആൾക്കാർ നോക്കണുണ്ട്. നോക്കട്ടെ. ഇല്ല, ചെയ്യില്ല. ബ്രോ സോ മച്ച് ഇൻടു ദ ക്യാരക്ടർ. ഞാൻ സ്വാപ്പ് ആയിട്ട് സ്വാപ്പ് മുമ്പ് ഞാൻ ദിലീപ് ആക്ടർ വീഡിയോ മറ്റേ മൂവി മൂവി ആഫ്റ്റർ സ്വാപ്പ് കുറെ ആളുകൾ കമന്റിൽ ഇതിഹാസ പോലെ. ഞാൻ ഇതുവരെ ഇതിഹാസ മൂവി കണ്ടിട്ടില്ല. ഇതിഹാസ മൂവി പോലെ ഉണ്ട് ചാന്ത് പൊട്ടി. ഞാൻ അതെല്ലാം നോക്കപ്പോ വാട്ട് ഈസ് ദിസ് ചാന്ത് പൊട്ടി മൂവി കാണട്ടെ. ദിലീപ് ഏട്ട വീഡിയോ കണ്ടിട്ട് ശേഷം എനിക്ക് മനസ്സിലായി സംസാരിക്കുമ്പോ ശരിക്കും ദിലീപ് ഏട്ട സംസാരിക്കുമ്പോ ക്യാമറ എവിടെ വേണം? നമ്മുടെ ക്യാമറ ആരാണ്? എന്താ ചെയ്യണ്ടേ? സംതിങ് യു ബ്രിങ്ങിങ് ഫുഡ്. ഓക്കേ, ഞാനിങ്ങനെ നടത്തും, ഒരു നടത്തുണ്ട്. അത് ദിലീപ് ഏട്ട പോലെ സംസാരിക്കാൻ ഞാൻ ഇവിടെ ഉണ്ട് ആണ്. ഞാൻ ഒരു പെണ്ണ്. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് സീക്രട്ട് എന്തെങ്കിലും പറയാ. അല്ല, അവിടെ നടത്തും വേണം. ഞാൻ കാണിക്കാം.
എന്താടോ ഇതിന് വലുതെന്താ വരാനുണ്ട് പുള്ളിക്കാരത്തിക്ക് അറിയാതെ. അമ്മ ചിരിച്ചിട്ട് ചാമ്പു അവിടെ ദിലീപേട്ട ഓൺലി യു ഡു ആക്ച്വലി ഈ സാപ്പ് എന്നുള്ള ഇതിൽ ഞാൻ ചാന്തോട്ടിലെ ദിലീപിന്റെ റെഫറൻസ് അതാണ് ഞാൻ എടുത്തത്. നമ്മൾ ഇതിനു മുന്നേ ആക്ടിംഗ് വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല. ഇൻട്രസ്റ്റ് ഇല്ലേ? ഇൻട്രസ്റ്റ് ഉണ്ട്. നിങ്ങള് ഇതൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ. പക്ഷെ എന്നെക്കാളും ഇയാൾക്കാണ് കേട്ടോ മൂവി. ആണല്ലേ? താല്പര്യമാണ്. മാനിഫെസ്റ്റിംഗ് നടക്കും. ഐ ബിലീവ് ഇൻ മാനിഫെസ്റ്റേഷൻ. നമ്മൾ ഏഞ്ചലിക് നമ്പേഴ്സ് ഒക്കെ കാണുന്നുണ്ട് ഇടയില്. ബ്രോ ഒന്ന് കണക്ട് ചെയ്ത് തരണം. കന്നഡയിലാണ് ക്ലാസ് എടുത്തത്. ടീച്ചറാണ്. വാട്ട് ഈസ് ദ മോസ്റ്റ് റൊമാൻറ്റിക് തിങ് യു ഹാവ് ഡൺ ടു യുവർ പാർട്ട്ണർ? അത് ഓപ്പോസിറ്റ് പറയണം കേട്ടോ. സോ ഗുരുദേവ് ചെയ്തത് ഏറ്റവും റൊമാൻറ്റിക് ആയിട്ട് ഞാൻ ഇപ്പോഴും ചെറിഷ് ചെയ്യുന്ന ഒരു മൊമെന്റ് ഇതാണ് എന്നുള്ളൊരു മൊമെന്റ് അതേതായിരിക്കും? There are so many moments. ഫസ്റ്റ് മൈൻഡിൽ വരുന്നത് that റൊമാൻറ്റിക് ആയിട്ടുള്ള മോസ്റ്റ് റൊമാൻറ്റിക് ക്യൂട്ട് like on our reception day without telling me he sang song. I mean plan illate എനിക്ക് ബർത്ത്ഡേ വന്നിട്ട് April 27 പക്ഷെ മാരേജ് ആയത് May 5th. സോ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തിട്ടില്ലല്ലോ, അപ്പൊ ഗിഫ്റ്റ് എന്റെ ബർത്ത്ഡേ ദിവസം കൊടുക്കാതെ May 5th on reception day he gave me. So ആ ഗിഫ്റ്റ് കൊടുക്കും മുമ്പ് he sang song for me. മുതലി ആ വീഡിയോ ഉണ്ട് and I cried only. Appo then after that he gave me the gift. I felt really special. Oh, so good. ഏത് പാട്ടായിരുന്നു? മുതൽ നീ. He's a very good singer. അപ്പൊ നമുക്കത് പഠിക്കലോ? അതെനിക്ക് ലൈൻസ് ഓർമ്മയില്ല. ബ്രോ ഫോൺ ഇസ് സിംഗർ ഒന്നുമല്ല. No, he's a very good വേണ്ടി ഓൺ റെക്കോർഡ്. ഇയാള് പാട്ട് പാടും, മലയാളം പാട്ട് പാടും. അതൊന്ന് ട്രൈ ചെയ്തു. കൊറേ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂരിൽ. അപ്പൊ എല്ലാ കമ്പനിയിൽ പാട്ടിട്ടുണ്ട്. പക്ഷെ ഒരു മാസം എല്ലാ കമ്പനിയിൽ ഒരു മാസത്തില് വർക്ക് ചെയ്യും. ഒരു മാസം ദാറ്റ് ഈസ് ഹിസ് that's what he's okay with. Only 1 month he'll work, but then illa company yes sang song. Okay, romantic song for your dedication. അത്രയും സിംഗർ ഒന്നല്ല, പാടാം. ദൂരദേശത്തിൽ തൊഴൈந்தாയോ കൺമണി, ഉന്നെ തേടി കണ്ടതും എൻ കണ്ണെല്ലാം മിന്മിനി. பின்னோக்கி காலம் போகும் எனில் உன் மன்னிப்பை கூறுவே, கண்ணோக்கி நேராய் பார்க்கும் கணம் பிழையில்லாமை கலவே. முதல் நீ முடிவும் நீ, மூன்று காலம் நீ, கடல் நீ கரையும் நீ, കാറ്റ് കൂട നീ. ഈ പാട്ട് പാടിയിട്ടാണ് എന്റെ ഗിഫ്റ്റ് കൊടുത്തത് റിസപ്ഷന്റെ. ഈ പാട്ട് കേട്ട ആരും കരയില്ല. തിരിച്ച് അതുകൂടെ പറയണ്ടേ? തിരിച്ച് എനിക്ക് ഇതുപോലൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതൊരു ഗിത്താർ വന്നതാണ്. എനിക്ക് ഗിത്താറാണ് മൈ ഫസ്റ്റ് ലവ്. His WhatsApp status also guitar is my first love. അപ്പൊ ഞാൻ ആരാ സെക്കൻഡ്. പക്ഷെ ഇപ്പൊ കല്യാണം ശേഷം ഫസ്റ്റ് ആക്കി ഉള്ളിൽ അതൊക്കെ അങ്ങനെ ബ്രോക്കോഡ്. അപ്പൊ ഒരു ഗിത്താർ കണ്ടിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഞാൻ ഒന്ന് കരഞ്ഞു. അതൊരു വീഡിയോ ഉണ്ട് ഗിത്താർ അതിൽ ഞാൻ കരയുന്നുണ്ട് ഭയങ്കര ഫീൽ ആയിട്ട്. അപ്പൊ അതില് ഗിത്താർ ഇരുന്ന് തരുമ്പോ ഞാൻ ഗിത്താർ വാങ്ങാണ്ട് കീർത്തുട്ടിയെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ വീഡിയോ നല്ല വ്യൂസ് വരുന്നു. എല്ലാം പറഞ്ഞ് അവന് ഗിത്താറല്ല ആളാണ് വേണ്ടത്. കമന്റുകളെ ഓക്കെ സൂപ്പർ. സോ എനിവേ ഇറ്റ് വാസ് സോ നൈസ് ടോക്കിംഗ് ടു യു. ഞാൻ ആക്ച്വലി ഇന്റർവ്യൂവിന് വരുമ്പോ ഞാൻ കുറച്ച് എന്റർടൈൻമെന്റ് കണ്ടിട്ട് മാത്രമാണ് എക്സ്പെക്ട് ചെയ്തത്. ബട്ട് എന്താ പറയാ, വാട്ട് ഐ ഗോട്ട് ഇസ് ലൈക്ക് എന്താ, ഐ എം സ്പീച്ച്ലെസ്. ഓക്കെ, സോ നിങ്ങൾ ഒരുമിച്ച്
ഭയങ്കര രസമാണ് നിങ്ങൾ ഒരുമിച്ച് കാണാൻ. താങ്ക് യു. യു ഗൈസ് ആർ ജസ്റ്റ് മെയ്ഡ് ഫോർ ഈച്ച് അതർ. നിങ്ങൾ ഈക്വൽ അല്ലെന്നുണ്ടെങ്കിൽ യു ആർ ജസ്റ്റ് കോംപ്ലിമെന്റിങ് ഈച്ച് അതർ. സോ ഇങ്ങനെ തന്നെ പോട്ടെ. ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഐ എം ജസ്റ്റ് വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. വിഷിംഗ് യു ഓൾ ഹാപ്പിനെസ് ആൻഡ് ഈ ഒരു സ്നേഹം, ലവ് അത് അങ്ങനെ തന്നെ എപ്പോഴും ഉണ്ടാവും. താങ്ക് യു. Thank you so much.